ഹായ്. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. CPM തിരുത്തലുകൾ വരണം, CPM തിരുത്തണം, ജനങ്ങളുടെ അംഗീകാരം വീണ്ടെടുക്കണം, അതിനുള്ള നടപടികൾ എടുക്കണം ഒക്കെ ഇങ്ങനെ അവർ തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് കോയിൻസിഡൻ്റലി ഞാൻ കുറേ റീൽസോ മറ്റോ കണ്ടുകൊണ്ടിരിക്കുക. റീൽസാണ്, ഷോർട്സാണ്. അപ്പോൾ ഇത് ഒരു US ഒരു വളരെ പോപ്പുലറായിട്ടുള്ളൊരു സീരീസ് ഉണ്ട്, പാർക്സ് ആൻഡ് റിക്രിയേഷൻസ്. അപ്പോൾ അതിനകത്ത് വളരെ പോപ്പുലറായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് ക്യാരക്ടറുണ്ട്, റോൺ സ്വാൻസൺ. അയാൾക്ക് 2 ഭാര്യമാരുണ്ട്, ഭാര്യ കഥാപാത്രങ്ങളുണ്ട്. ടാമി 1, ടാമി 2. ടാമി 1 എന്ന് പറയുന്നത് ഭയങ്കര ഒത്തോറിറ്റേറ്റീവായിട്ടുള്ള, ഇയാളെ വരച്ച വരെ നിർത്താൻ തക്കവണ്ണമുള്ള ഒരു ക്യാരക്ടറാണ് ടാമി 1. ടാമി 2 ഇയാളെ വശീകരിച്ചെടുത്തിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇയാളെ കൊണ്ട് ചെയ്യിക്കാൻ കെൽപ്പുള്ള ഒരു ക്യാരക്ടറാണ് ടാമി 2. രണ്ടുപേരും വളരെയധികം മാനിപ്പുലേറ്റീവാണ്, ക്രൂരത നിറഞ്ഞ 2 കഥാപാത്രങ്ങളാണ്. കേരളത്തിലും ഇങ്ങനെ രണ്ട് കേരളത്തിലെ പൊളിറ്റിക്കൽ സിനാരിയോയിലും ഇതുപോലത്തെ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്നാകാം ഈ നമ്മുടെ ഗുണ്ടാ പാർട്ടി. അപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ നന്നാവും, ഞങ്ങളെ തിരിച്ചെടുക്കണം. അതുപോലെ തന്നെയാണ് ഈ ടാമി 2. ഇടയ്ക്ക് ഈ റോൺ സ്വാൻസൺ ഇവരെ തൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കിയതാണ്, ഇവരുടെ ക്രൂരത മനസ്സിലാക്കിയിട്ട്. പക്ഷെ വീണ്ടും അവർ വരും, മയക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇച്ചിരി നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ഇയാളുടെ കൂടെ കൂടും. അപ്പോൾ വീണ്ടും ഇവരെ തിരിച്ചെടുക്കും, ജീവിതത്തിലേക്ക് എടുക്കും. വീണ്ടും ഇവരെ കല്യാണം കഴിക്കും. അപ്പോൾ അയാൾക്ക് മനസ്സിലാവും ഇത് വേണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ഗുണ്ടാ പാർട്ടി പിന്നെയും പറയുകയാണ്, ഞങ്ങൾ നന്നായിക്കോളാം, ഞങ്ങൾ നന്നാവും, ഞങ്ങളെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വരികയാണ്. അപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. അപ്പം ഇവരെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, കേരളം എത്ര പിന്നോട്ടായി പോയിരിക്കുന്നു. ഈവൻ ഇപ്പോൾ കേരളത്തെ കമ്പയർ ചെയ്യുന്നത് ബീഹാറുമൊക്കെ ആയിട്ടാണ്. അപ്പോൾ ആ ലെവലിലേക്ക് താഴണോ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളുടെ ലെവലിലേക്ക്, അവരുടെ ലെവലിലേക്കെങ്കിലും വരണോ, എത്തിച്ചേരണമെന്നൊക്കെ കേരളത്തിലുള്ളവർ തീരുമാനിക്കുക. ഇനിയും കേരളത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് ഇതുങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ സീരീസ് ഒന്ന് കാണാം. എനിക്കും കാണണമെന്നുണ്ട്. ഞാൻ ഇത് കണ്ടിട്ടില്ല. ഞാൻ സീരീസ് കണ്ടിട്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ എപ്പിസോഡിൻ്റെയും റീലും ഷോർട്സും ഒക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. വളരെ ഒരു സിറ്റുവേഷണൽ കോമഡി ടൈപ്പ് സീരീസാണ്, വളരെ നല്ലതാണ്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന്. അപ്പോൾ ഈ വീണ്ടും ഇവന്മാരെ അടുപ്പിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല, ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ തോന്നിയെന്നേ ഉള്ളൂ. ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് അങ്ങനെ എടുത്തിട്ടുണ്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഗുണ്ടാ പാർട്ടിയെ അകറ്റി നിർത്തുക, കേരളത്തെ രക്ഷിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.